സർ, എല്ലാ സർവേകളും UDF ഒരു ഭരണം പ്രവചിക്കുന്നുണ്ട്. പക്ഷെ നമുക്കറിയാം ആക്സിസ് മൈ ഇന്ത്യ ആണ് ഏറ്റവും വിശ്വാസയോഗ്യമായിട്ടുള്ള ഒരു സർവേ. ആ ഒരു സർവേയിൽ പോലും ഈ പറയുന്ന മുഖ്യമന്ത്രി ആകാൻ ആരാണ് യോഗ്യൻ എന്നുള്ള ചോദ്യത്തിന് 31% പിന്തുണ പിണറായി വിജയനാണ്. അപ്പൊ യഥാർത്ഥത്തിൽ പിണറായി വിരുദ്ധ വികാരമുണ്ടോ, ആഞ്ഞടിച്ചിട്ടുണ്ടോ? അല്ല, അവിടെ നമ്മൾ കാണേണ്ടത് എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നൊരു വിഷയം ഇപ്പൊ വന്നത്. LDF ഇപ്പോ ഏത് സർവേയിലും LDF 35%, 38% അടുത്തൊക്കെ വോട്ട് കിട്ടുന്നുണ്ട്. 6-7% വോട്ട് കൂടുതലുള്ളതുകൊണ്ട് മറ്റൊരു ജയിക്കണമെന്നുള്ളൂ. 38% പേർ ആക്സിസ് സർവേയിൽ പങ്കെടുത്തതും CPM-കാരാണ്, അല്ലെ LDF-കാരാണെന്ന് നോക്കിയാൽ അവർക്ക് വേറെ ഏത് സ്ഥാനാർത്ഥിയെ കാണിക്കാനുള്ളത്? വേറൊരു സ്ഥാനാർത്ഥിയും ഇല്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഒരൊറ്റ ആളെ ഫോക്കസ് ചെയ്തിട്ട് അവരുടെ പ്രചരണം മുഴുവൻ നടത്തി. ഗുണമായാലും ദോഷമായാലും അവരെ അനുകൂലിക്കുന്നവർ പിണറായി വിജയനെ 100% അനുകൂലിച്ചവരാണ്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം രണ്ടാമതൊരു സ്ഥാനാർത്ഥി എന്നൊരു ചാൻസ് ഇല്ല. കേരളത്തിൽ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ നമ്മുടെ വായിൽ ഇപ്പൊ ആദ്യം വരിക പിണറായി വിജയൻ എന്നല്ലേ. കഴിഞ്ഞ 10 കൊല്ലമായിട്ട് നമ്മൾ പറഞ്ഞു മറ്റൊരു മുഖ്യമന്ത്രി കാൻഡിഡേറ്റ് അവരുടെ മുമ്പിലില്ല. പിന്നെ ഉള്ളത് വളരെ പിന്നിൽ നിൽക്കുന്ന ശൈലജയാണ്. ശൈലജയൊക്കെ ആളുകൾ വെറുതെ പോയി വോട്ട് ചെയ്യുന്നത് ചെയ്യില്ല. അപ്പോ LDF വോട്ട് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം, LDF സംബന്ധിച്ചിടത്തോളം ഒരു സംശയവും വേണ്ട, 100% എന്ന് പറയാവുന്ന തരത്തിൽ അവരുടെ കാൻഡിഡേറ്റ് പിണറായി വിജയനാണ് മാത്രമാണ്. നേരെ മറിച്ച് UDF വന്നാൽ സ്ഥിതി അതല്ല. UDF ഒരു മുഖ്യമന്ത്രിയെ തിരിച്ചു കാട്ടിയിട്ടില്ല. UDF ഇപ്പോഴും തർക്കം നടന്നുകൊണ്ടിരിക്കുക. നമ്മൾ ഈ സംസാരിക്കുമ്പോഴും അവിടെ തർക്കം നടന്നുകൊണ്ടിരിക്കുക. 3-4 മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികൾ ഉണ്ട്. 3 മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളും ഉണ്ട്. പിന്നെ ജനങ്ങളുടെ സ്ഥാനാർത്ഥി വേറൊരാളുണ്ട്, ശശി തരൂർ. ഞാൻ പറഞ്ഞത് അങ്ങനെ വരുമ്പോൾ എന്താ പറ്റുക വെച്ചാൽ കോൺഗ്രസിൽ ഇവരൊക്കെ വരും. ഇപ്പോൾ എന്നിട്ടും ഞാൻ കണക്കാക്കുന്നത് 29%-ഓളം, 2%, 2.5% പിന്നിലോട് സതീശൻ. 29%-ഓളം സതീശൻ എത്തിയിട്ടുണ്ട്. അതിലും എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ സതീശൻ ഇതുവരെ മന്ത്രി പോലും ആയിട്ടില്ലല്ലോ. ഇനി ഞാൻ ഇതിന്റെ മറ്റൊരു സെനറിയോ പറയാം. സ്വാഭാവികമായിട്ടും 10 വർഷം മുഖ്യമന്ത്രി ആയിട്ടുള്ള ഒരാൾക്ക് അതിന്റെ അഡ്വാൻറ്റേജ് കിട്ടുമല്ലോ. ഞാൻ ഒരു ഉദാഹരണം പറയാം. ഇപ്പൊ സതീശൻ വാദത്തിന് വേണ്ടി, ഞാനിപ്പോ മറ്റ് ചർച്ചകളിലേക്ക് തർക്കത്തിനൊന്നുമല്ല, ഈ ഇലക്ഷനിൽ UDF ജയിക്കുന്നു, സതീശൻ മുഖ്യമന്ത്രിയാവുന്നതൊക്കെയാണ്. 5 വർഷം കഴിഞ്ഞ് നടക്കുന്ന ഇലക്ഷൻ കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരാവണം എന്ന് നിങ്ങളോട് ചോദിച്ചാൽ LDF ആള് 10% മീതെ നിൽക്കൂല. എന്തായാലും പിണറായി വിജയൻ ഉണ്ടാവാൻ വഴിയില്ല. പിന്നെ LDF സ്ഥാനാർത്ഥി 10% പോലും എത്തില്ല. ഇപ്പൊ പ്രതിപക്ഷ നേതാവ് ബാലഗോപാലോ രാജീവോ ആരെ ജയിക്കണേ, ചില റിയാസോ ആരോട്ടെ, ആ പ്രതിപക്ഷ നേതാവിന് 10% വോട്ട് പോലും കിട്ടില്ല. സതീശന് 60% വരും. ഇനി ഇതിൽ തന്നെ സതീശനെ ഉയർത്തിക്കാട്ടിയിട്ടാണ് തെരഞ്ഞെടുപ്പ് നടത്തിയത്. സതീശൻ എന്ന് വെച്ചാൽ ആരെങ്കിലും ഒരാളെ ഉയർത്തിക്കാട്ടിയിട്ട് ഞാൻ ഉറപ്പായി പറയുന്നത് സതീശന് 50% കൊണ്ടുവരും. അത് തന്നെയാണ്. അപ്പൊ എന്താ വെച്ചാൽ ഇപ്പൊ നമ്മുടെ മുമ്പിൽ സതീശൻ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി പോലും അല്ല. സ്ഥാനാർത്ഥി വേണമെങ്കിൽ ആവാം, പ്രതിപക്ഷ നേതാവ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിട്ടുള്ളത് BS കാലത്ത് മാത്രം. BS കാലത്ത് ഉണ്ടായിട്ടുണ്ട്. BS അത് വേറെ തരം വലിയൊരു ഉയർത്തി കാണിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് നേരിട്ട ഒരു സംഗതിയുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരാകണം എന്ന ചോദ്യത്തിന് ഇപ്പൊ പറയുന്ന മറുപടിയിൽ ഒരുപാട് ഇഫ്സ് ആൻഡ് ബട്ട്സ് ഉണ്ട്. ഇപ്പൊ പിണറായി വിജയൻ അല്ല മുഖ്യമന്ത്രി എന്ന് പറഞ്ഞിട്ടൊന്ന് നടത്തി നോക്കിയാൽ ഇപ്പൊ ശൈലജ ടീച്ചർക്ക് ഒരു 20% കിട്ടും, സംശയമല്ലേ? ഇപ്പൊ എത്ര കിട്ടിയിരിക്കുന്നത്? 3%. അപ്പൊ എന്താ പ്രശ്നം? യഥാർത്ഥത്തിൽ ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നു, ശൈലജ ടീച്ചറെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ഉയർത്തിക്കാട്ടിക്കൊണ്ട് പിണറായി വിജയൻ തെരഞ്ഞെടുപ്പ് നയിച്ചിരുന്നെങ്കിൽ LDF ഇപ്പോഴും അധികാരത്തിൽ വരുമായിരുന്നു. സാധ്യതയുണ്ട്. അതാണ് പിണറായി വിരുദ്ധത എന്ന് ഞാൻ പറഞ്ഞു. ഞാനില്ല. ഇപ്പൊ K. ബാബു പറഞ്ഞ പോലെ ഞാൻ നിർത്തി. എനിക്ക് LDF മൂന്നാമത് അധികാരത്തിലേറ്റിട്ട് ഞാൻ എന്റെ പ്രായവും ഇതൊക്കെ ഉണ്ട് എന്ന് പിണറായി പറഞ്ഞിരുന്നുവെങ്കിൽ പിണറായിക്കെതിരെയുള്ള എല്ലാ ദോഷങ്ങളും പോകും. കേരളത്തിൽ അങ്ങനെയാണ്. ഒരാൾ ഇപ്പൊ ഉമ്മൻചാണ്ടിയുടെ കഴിഞ്ഞു, ഒരാൾ ത്യാഗം അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാൾ ചെയ്തെല്ലാം തിന്മകളും മറക്കും, അയാൾക്ക് അനുകൂലമായിട്ട് വരും. അത് യഥാർത്ഥത്തിൽ LDF ചെയ്യേണ്ടിയിരുന്നത്, ഒരു സംശയവും വേണ്ട, പിണറായി മാറ്റി നിർത്തി ശൈലജ ടീച്ചറെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ഉയർത്തി എന്നിട്ട് അവരെ ധർമ്മടത്തോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും മത്സരിപ്പിച്ച്, മട്ടന്നൂരോ മത്സരിപ്പിച്ച്, ഷുവർ സീറ്റിൽ മത്സരിപ്പിച്ച് അവർ ജയിക്കുന്ന ഉറപ്പാക്കുക. അവർ കേരളം മുഴുവൻ പ്രചരണം നടത്തുക. അത് സ്ത്രീകളുടെ ഇടയിൽ വ്യത്യാസം ഉണ്ടാക്കും, പൊതുസമൂഹത്തിൽ വ്യത്യാസം ഉണ്ടാക്കും, യൂത്തിൽ പോലും കുറച്ച് വ്യത്യാസം ഉണ്ടാക്കുമായിരുന്നു. അപ്പൊ പ്രശ്നം ഇപ്പൊ പിണറായി വിജയൻ അല്പം മീതെയാണ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന് പരാജയമാണ്. കാരണം 10 കൊല്ലം ഭരിച്ചാൽ മുഖ്യമന്ത്രിയെ കുറിച്ച് ചോദിക്കണം, അയാൾക്ക് 50% കൂടുതൽ കിട്ടണ്ടേ? ഇപ്പൊ ഞാൻ പലപ്പോഴും മോഡിയുടെ സർവേ കണ്ടിട്ടുണ്ട്. മോഡിയുടെ സർവേ എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ രാഹുൽ ഗാന്ധി അടുത്തൊന്നും എത്തില്ല മോഡിയുടെ അടുത്ത്. കാരണം വെച്ചാൽ ഓൾ ഇന്ത്യ ലെവലിൽ എടുക്കുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ പ്രസൻസ് കുറവല്ലേ. മോഡിക്ക് 230 സീറ്റ് കിട്ടുമ്പോൾ രാഹുൽ ഗാന്ധിക്ക് 100 സീറ്റേ കിട്ടുള്ളൂ.
മാത്രമല്ല ഇപ്പൊ ബംഗാളിൽ ചെന്നാൽ രാഹുൽ ഗാന്ധിക്ക് കിട്ടില്ല, അപ്രസക്തമാണ്. അപ്രസക്തമാവും. തമിഴ്നാട്ടിൽ അപ്രസക്തമാണ്. തമിഴ്നാട്ടിൽ ചിലപ്പോൾ കിട്ടിയേക്കും, ചിലപ്പോ അത് കിട്ടിയേക്കും. ഗുജറാത്തിൽ അപ്രസക്തമാവും. യു പിയിൽ പോലും ആരാവും, മറ്റേ യാദവ് ആവണോ മറ്റേ ആളാവണോ എന്ന് ചോദിച്ചാൽ പക്ഷെ യാദവിന്റെ പിന്തുണ ഉണ്ടെങ്കിൽ രാഹുൽ ഗാന്ധി ആവാം. ഞാൻ പറഞ്ഞേ അല്ലാതെ മോഡിക്ക് കിട്ടുള്ളൂ, മോഡിക്ക് കിട്ടുള്ളൂ. ഞാൻ ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് കാലത്ത് ഏറ്റവും കൂടുതൽ LDF വിമർശിച്ച ഒരു കാര്യം, LDF 3 മുദ്രാവാക്യങ്ങൾ BJP വഴിയൊരുക്കുന്നതാണ് എന്ന് അന്നും ഇന്നും ഞാൻ കരുതുന്നു. ഒന്ന്, ഞാനല്ലാതെ മറ്റാരുണ്ട്. പ്രതിപക്ഷത്തെ അടിപിടിയാണ്. തന്നെയല്ലേ മോഡി പറഞ്ഞത്, പ്രതിപക്ഷത്തെ അടിപിടിയാണ്. അവിടെ 12 മുഖ്യമന്ത്രിമാരുണ്ട്. മോഡി എങ്ങനെ പറയാ മമത മുഖ്യമന്ത്രിയാവും, മമത പ്രധാനമന്ത്രിയാവും. ഇന്ത്യ സഖ്യത്തില് ആരൊക്കെ പ്രധാനമന്ത്രി ആവില്ല എന്ന് പറയാൻ പറ്റില്ല, എല്ലാവർക്കും ആവാം പ്രധാനമന്ത്രി. അവിടെ തല്ലാണ്. അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്കുള്ളൂ, ഞാനല്ലാതെ മറ്റാരും. 2, വികസനം. വികസനം എന്ന് പറയുന്നത് ഞാനല്ലാതെ, ഞാനാണ് കൊണ്ടുവരുന്നത്. വികസനം ഞാനാണ് കൊണ്ടുവരുന്നത്, മറ്റൊരൊന്നും വികസനം കൊണ്ടുവരുന്നില്ല. 3, ഇസ്ലാമോഫോബിയ. ഈ 3 സാധനം ഈ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ പ്രയോഗിച്ചു. അതാണ് പ്രശ്നം. ഈ 3 ദേശീയ തലത്തിൽ മോഡിയുടെ മുദ്രാവാക്യങ്ങളാണ്. അത് തന്നെയാണ് CPM അത് പ്രയോഗിക്കാൻ നോക്കി. അതിന്റെ തകരാറ് എന്താ വെച്ചാൽ അവർക്കവിടെ RSS പോലെയുള്ള വലിയ സംഘടനാ സംവിധാനവും സംഭവമൊക്കെ ഉണ്ട്, മറ്റു പല ഘടകകക്ഷികളും ഉണ്ട്. അതുകൊണ്ട് പിടിച്ചു. ഇവിടെ ഇപ്പൊ CPM സംബന്ധിച്ചിടത്തോളം നിങ്ങൾ നോക്കിക്കോളൂ, തൃശ്ശൂരോ കൊല്ലത്തോ ഒഴിച്ചാൽ CPI എന്നൊക്കെ പറയുന്ന പാർട്ടിക്ക് 10 വോട്ടില്ല. 10 വോട്ടില്ല. പിന്നെ കേരള കോൺഗ്രസ് മാണി ഇപ്പൊ ഏതാണ്ട് നാമാവിശേഷമാകും പോവാണ്. അവരുടെ വോട്ട് ബാങ്ക് ഏതാണ്ട് പ്രത്യേകിച്ച് ക്രിസ്ത്യൻ വോട്ടിൽ ഷിഫ്റ്റ് വന്നാൽ അവരുടെ വോട്ടും പോകും. പിന്നെ ഏത് കക്ഷിയുള്ള LDF കൂടെ? CPM ഉള്ളൂ. CPM തന്നെ, CPM ഒറ്റയ്ക്ക് ജയിക്കണത് ഇലക്ഷൻ. CPM ഒറ്റയ്ക്ക് ജയിക്കണം, CPM ഒരു ഗുണമില്ല. അപ്പൊ എന്ത് പറ്റും? അത് അതിന്റെ മൊത്തം ഉത്തരവാദിത്തം പിണറായി വിജയൻ. ഇത് അവിടെയാണ് ഇതിൽ ഈ കൊഴിഞ്ഞു പോണേ. ഇപ്പൊ 2021 തെരഞ്ഞെടുപ്പിൽ മാണിയുടെ ഷിഫ്റ്റ് വലിയ തോതിൽ ക്രിസ്ത്യൻ വോട്ടുകൾ LDF കൊണ്ടുവന്നു, വലിയ തോതിൽ കൊണ്ടുവന്നു. മുസ്ലിം വോട്ടുകൾ പൊതുവെ CAA മറ്റേ സംഗതികളും മോഡിക്കെതിരായ വികാരവും ഒക്കെ പിണറായി വിജയൻ മോഡിക്കെതിരായി നിൽക്കുന്നു എന്ന തോന്നലൊക്കെ ഉണ്ടാക്കി നല്ലൊരു മുസ്ലിങ്ങൾ കിട്ടിയിരുന്നു. ഇത്തവണ അത് പോയി. മാത്രമല്ല ഹിന്ദു കൺസോളിഡേഷന് വേണ്ടി ശ്രമിക്കുമ്പോൾ BJPക്ക് നായർ വോട്ട് ബാങ്ക് പോലെയുള്ള വോട്ട് ബാങ്കുകളിൽ ഷിഫ്റ്റ് ഉണ്ടാവും. ഇത് വളരെ ഗൗരവതരമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പിണറായി വിജയന്റെ ഈ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ, പ്രത്യേകിച്ച് വെള്ളാപ്പള്ളിയെ പോലെയുള്ളവരെ പിന്നിൽ നിർത്തിക്കൊണ്ടുള്ള ക്യാമ്പയിൻ വലിയ തോതിൽ BJPക്ക് അനുകൂലമായ ഒരു ക്യാമ്പയിനായി വരികയാണ്. BJP ഉയർത്തിയ ഞാനല്ലാതെ മറ്റാരുണ്ട്, വികസനം ഞാനാണ് കൊണ്ടുവരിക, ഇത് ഉണ്ട്. ഞാൻ ചോദിക്കണം, പിണറായി വിജയന് മോഡിയായിട്ട് വികസനത്തിൽ മത്സരിക്കാൻ പറ്റും? പറ്റില്ലല്ലോ, ഒരിക്കലും ഇല്ല, പറ്റില്ല. മത്സരിക്കാൻ പറ്റില്ല. കാരണം അവരിൽ പൈസയും കാര്യങ്ങളും എല്ലാം ഉണ്ട്, അധികാരമുണ്ട്, സ്ട്രക്ചറുണ്ട്, അവർക്ക് എല്ലാം ഉണ്ട്. വികസനത്തിന്റെ കാര്യം പറഞ്ഞ പിണറായി വിജയനും മോദിയും തമ്മിൽ മത്സരിച്ചാൽ എവിടെ കിട്ടാന്? കാരണം വികസനം അല്ല ഇടതുപക്ഷം പറയേണ്ടത്, ഇടതുപക്ഷം രാഷ്ട്രീയമാണ് പറയുന്നത്. അത് പറഞ്ഞു. BJP വിരുദ്ധ രാഷ്ട്രീയത്തിൽ ഊന്നി നിൽക്കാൻ പിണറായി വിജയന് കഴിഞ്ഞില്ല. കഴിഞ്ഞ 10 വർഷവും ഞാൻ എപ്പോഴും വെല്ലുവിളിക്കാറുണ്ട്, ഒരു പ്രാവശ്യമെങ്കിലും മോഡിയുടെ പേരെടുത്ത് പറഞ്ഞ് പിണറായി വിജയൻ വിമർശിച്ചിട്ടുണ്ടോ? ഇല്ല. പ്രധാനമന്ത്രി എന്ന് പറഞ്ഞ് പോലും വിമർശിച്ചിട്ടില്ല. പ്രമേയം പാസ്സാക്കലൊക്കെ ആർക്കും പറ്റും. നേരെ മറിച്ച് മറ്റേ മമതയാണെങ്കിലും സ്റ്റാലിൻ അത് മാത്രമല്ല, വെള്ളാപ്പള്ളിക്കെതിരെയുള്ള ഒരു നിലപാട് എടുത്തില്ല, കോൺഗ്രസിലുള്ളവർ എടുത്തിട്ടില്ല. അല്ല, കോൺഗ്രസിലുള്ളവർ എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, അവർക്ക് അതിലൊരു നഷ്ടമില്ല, ലാഭമില്ല. നേരെ സതീശൻ എടുത്തിട്ടുണ്ട്. സതീശൻ നേരിട്ടാണെങ്കിൽ ഏതാണ്ട് ആ രീതി അതെടുത്തുണ്ട്. അല്ല, അതിന്റെ അഡ്വാൻറ്റേജ് സതീശന് കിട്ടുന്നുണ്ട്. ഞാൻ പറഞ്ഞു മനസ്സിലായ, അതിന്റെ അഡ്വാൻറ്റേജ് സതീശന് കിട്ടുന്നുണ്ട്. സംഘപരിവാറിനെതിരായി ആരാണ് കൂടുതൽ ശക്തമായി നിൽക്കുക എന്ന ചോദ്യത്തിന് ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് UDF ആണ് എന്ന് തോന്നൽ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ടെന്നേ. അതാണ് പ്രശ്നം. അവിടെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു ട്രെൻഡ്. എന്താ? സംഘപരിവാറിനെതിരെ ആരാ നിൽക്കുന്നത്? കോൺഗ്രസ് ആണ്, അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയാണ്. അതിൽ CPM എന്താ റോൾ? കൊച്ചിനായി അല്ലെ? അപ്പോ ആളുകൾ ഇന്ത്യ മുന്നണിക്ക് വോട്ട് ചെയ്യും. അതേപോലെ തന്നെ ഇപ്പോഴും സംഭവിച്ചിട്ടുണ്ട്. ഇത് തിരുത്തണം CPM. ഇത് തിരുത്തിയില്ലെങ്കിൽ CPM വലിയ തോതിലുള്ള പ്രശ്നത്തിലേക്ക് പോകും. കാരണം ഇനിയിപ്പോ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. പുതിയ ഗവൺമെന്റ് വരും. പുതിയ ഗവൺമെന്റ് UDF ഗവൺമെന്റ് വന്നു നോക്കിയാൽ UDF ഗവൺമെന്റിനെതിരായി BJP ഉന്നയിക്കാൻ പോകുന്ന ആദ്യത്തെ കാര്യം മുസ്ലിങ്ങളാണ് കേരളം ഭരിക്കുന്നത്. ഇത് തന്നെ CPM ഉന്നയിക്കും. അവിടെയും BJPക്ക് അവിടെയാണ് പ്രശ്നം. ചുരുക്കി പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ഗുണം ചെയ്യുന്ന BJPക്ക്. അത് CPM ട്രാക്കിന്റെ പ്രശ്നം. ഇതായിരുന്നില്ല CPM എടുക്കേണ്ട ട്രാക്ക് എന്നാണ് ഇപ്പോഴും ഞാൻ വിചാരിക്കുന്നത്. CPM എന്നോട് ഇപ്പൊ വിയോജിക്കും. പക്ഷേ ഞാൻ പറയുന്നു, ഇലക്ഷൻ കഴിഞ്ഞാൽ
നല്ല അവർക്ക് അംഗീകരിക്കാൻ CPI-കാരൊക്കെ എന്നോട് യോജിക്കും. അത്ര ഞാൻ പറയും.